എന്തെങ്കിലും പ്രിപ്പറേഷൻസ് പ്രത്യേകിച്ച് ചെയ്തായിരുന്നോ? നമ്മൾ ചിലപ്പോൾ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് കോമഡി ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവിടുന്ന് സീരിയസിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസോ അങ്ങനെ? ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം അതിനുള്ളൊരു ചിന്തയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് എനിക്കറിയാം പേഴ്സണലി. പക്ഷെ എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല. അത് ചെയ്യുന്നത് മോശമാണെന്നല്ല ഇതിനർത്ഥം. ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ സിനിമ ചെയ്തപ്പോഴും ദൃശ്യം ചെയ്തപ്പോഴും ഞാൻ തലേദിവസം തൊടുപുഴ ഷൂട്ടിന് ഞാൻ ചെന്നിട്ട് ഞാൻ നേരെ ജിത്തുബായുടെ റൂമിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തിരിപ്പിച്ചോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കൂടി ടെൻഷൻ അടിപ്പിക്കല്ലേ ഷാജോൺ, നമുക്ക് ചെയ്യാൻ നന്നാവും എന്ന് പറഞ്ഞു. ഞാൻ അഭിനയിച്ച് കഴിയുമ്പോൾ ഞാൻ ഓടിപ്പോയി മോണിറ്ററിൽ നോക്കുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ഡയറക്ടർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഓക്കെയാണ്. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ പോയി നോക്കാറില്ല. പിന്നെ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ ഫുൾ സീൻ എഡിറ്റ് ചെയ്തതിന് ശേഷം വല്ലപ്പോഴും പോയി കാണും എന്നുള്ളതല്ലാതെ ഡയറക്ടർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദൃശ്യം നടക്കുമ്പോഴും ഞാൻ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാവരും ലാലേട്ടനടക്കം പോയി മോണിറ്ററിൽ നോക്കുമ്പോഴും ഞാനങ്ങനെ പോകത്തില്ല. ഞാൻ ജിത്തുവിൻ്റെ മുഖത്തായിരിക്കും എൻ്റെ നോട്ടം. അപ്പോൾ ജിത്തുബായി എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ജിത്തുബായിലുള്ള എൻ്റെ വിശ്വാസമാണ് സത്യം പറഞ്ഞാൽ ദൃശ്യം. ഓരോ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്ക് നമ്മളിൽ വിശ്വസിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതലും നമ്മളെ വെച്ച് സിനിമ ചെയ്യുന്നവരിലാണ് നമുക്കൊരു വിശ്വാസം ഉണ്ടാവുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ സിനിമകൾ നന്നാവുക. നമ്മളെ തന്നെ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ എപ്പോഴും നന്നാവണമെന്നില്ല. കാരണം എപ്പോഴും നമ്മളെ കഴിഞ്ഞും കഴിവുള്ള, നമ്മളെ കഴിഞ്ഞും കോൺഫിഡൻസ് ഉള്ള ഒരാൾ ആ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുമ്പോഴാണ് എപ്പോഴും നമുക്കും അഭിനയിക്കാൻ എളുപ്പമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഷാൻചേട്ടൻ ഇത്രയും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു. ഈ ക്യാരക്ടേഴ്സിൽ ഷാൻചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? അല്ല, ഇഷ്ടപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇഷ്ടപ്പെട്ട, ദൃശ്യമടക്കം. പക്ഷേ ഈ അടുത്ത് സന്തോഷം എന്ന് പറയുന്നൊരു സിനിമ ഞാൻ ചെയ്തു. അജിത് വി തോമസ് എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്തു. അങ്ങനെ ഞാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എടുത്തു പറയാൻ ആളുകളും കൂടി കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും സഹദേവൻ തന്നെയാണ്. പക്ഷേ സഹദേവനൊപ്പം നിർത്താൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സ് ദൈവം അനുഗ്രഹിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. മൈ ബോസിലെ അലി ആണെന്നുണ്ടെങ്കിലും, നമ്മുടെ റിംഗ് മാസ്റ്ററിലെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും, സന്തോഷത്തിലെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. മമ്മൂക്കയുടെ കൂടെ തമാശ മമ്മൂക്ക വന്ന് അടിക്കുന്ന ഒരു സീനുണ്ട് അണ്ണൻ തമ്പിക്കകത്ത്. അത് എന്നാൽ സിറ്റുവേഷൻ കോമിക്കായിട്ടാണ് ഷാൻചേട്ടൻ മദ്യപിച്ചിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഷൈലോക്കിലോട്ട് വരുമ്പോൾ നേരെ ഡിഫറെൻ്റ് ആയിട്ട് പക്ക വില്ലനായിട്ട് നിന്ന് ചെയ്യുക. ഈ രണ്ട് സമയത്തുണ്ടായ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് മുൻപുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ആക്ച്വലി നമ്മൾ ആ ക്യാരക്ടർ എന്താണ്, നമ്മൾ അന്ന് മേക്കപ്പ് ചെയ്ത് നമ്മൾ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ക്യാരക്ടറിലായിരിക്കും, അതായിരിക്കും നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതിന് മുൻപ് ചെയ്ത നമ്മൾ ക്യാരക്ടേഴ്സോ അല്ല ഒന്നും നമ്മുടെ മനസ്സിൽ എനിക്ക് അങ്ങനെ വരാറില്ല കേട്ടോ. അതെൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കങ്ങനെ വരാറില്ല.